സംഗീത ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. സംഗീതത്തിൽ കൂടി വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും സംഗീതജ്ഞരായിരുന്നു. അച്ഛൻ്റെ അമ്മ സംഗീത അധ്യാപികയായിരുന്നു. അമ്മയുടെ അമ്മയും സംഗീതം ഏറെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ കുടുംബപരമായി തന്നെ എൻ്റെ അമ്മയുടെ സഹോദരിയായ ആറുമുള പൊന്നമ്മയും ഒരു സംഗീതജ്ഞയായിരുന്നു. കുടുംബത്തിൽ പല സംഗീതജ്ഞരുമുണ്ട്. അപ്പോൾ ഒരു സംഗീത കുടുംബത്തിൽ പിറക്കുവാൻ ഒരു ഭാഗ്യം കിട്ടിയ എനിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഭാഗ്യം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും തന്നെ സംഗീതത്തിനെ സ്നേഹിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. കാരണം അതിനെ മറക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്ന് യോഗാ ദിനവും കൂടിയാണ്. ഈ രണ്ട് കാര്യങ്ങളും, സംഗീതവും യോഗയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. രണ്ടും നമുക്ക് ശരീരത്തിനും നമ്മുടെ ശരീരത്തിനും മനസ്സിനും സാന്ത്വനമേകുന്നതാണ് യോഗയും സംഗീതവും. അപ്പൊ അത് രണ്ടും ഈ ജൂൺ 21 രണ്ടിനും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമായതിൽ വളരെ വളരെ സന്തോഷം. നമുക്ക് സംഗീതം എന്ന് പറയുമ്പോൾ ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും സാന്ത്വനമേകുന്ന ഒരു കലയാണ് സംഗീതം. ശരിക്കും നല്ല സുന്ദരമായ ഒരു ദൈവീക കലയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊരു ഈശ്വരന്റെ ഭാഷയായിട്ട് പറയാം സംഗീതത്തിനെ. കാരണം സാമവേദം മുതൽ മനുഷ്യൻ ഉള്ള ജന്മം ആ ഒരു കാലം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ സംഗീതം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പ്രകൃതിയിൽ സംഗീതമുണ്ട്, നമ്മളിൽ സംഗീതമുണ്ട്. എല്ലാത്തിനും ഒരു സംഗീതം. നമ്മുടെ കാറ്റ് മൂളുന്നു, നദി ഒഴുകുന്നു, കിളികൾ ചിലയ്ക്കുന്നു, ഇതിലൊക്കെ ഒരു സംഗീതം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സംഗീതം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കാം. നമുക്ക് സംഗീതം നമ്മുടെ മനസ്സിലെ മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങളെ, എല്ലാവിധത്തിൽപ്പെട്ട വികാരങ്ങൾക്കും ഒരു ഭാഷയായിട്ട് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. ദേഷ്യത്തിന്, സങ്കടത്തിന്, സന്തോഷത്തിന്, പ്രണയത്തിന്, വാത്സല്യത്തിന് ഒക്കെ നമ്മുടെ വികാരങ്ങളെ ആവിഷ്കരിക്കുവാൻ നമുക്ക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. സംഗീതം നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാം, അതേപോലെ നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുവാൻ സംഗീതത്തിന് കഴിയും. സംഗീതത്തിന്റെ പ്രാധാന്യമൊന്നും എല്ലാവരോടും ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം അത് അനുഭവമാണ്. സംഗീതം അനുഭവമാണ്. എത്ര ഗാനങ്ങളാണ് നമുക്ക് കർണാടക സംഗീതത്തിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ മഹാത്മാക്കളെയും നമ്മുടെ ഗാനശാഖകളിലെ, അത് ഹിന്ദുസ്ഥാനി ആയാലും കർണാടക ഏത് ഭാഷയിലെ ആയാലും ഈ ലോകത്തിലെ എല്ലാ സംഗീതജ്ഞരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ് ഞാന് ഇന്നത്തെ ദിവസം. അതിന് സംഗീതജ്ഞർ എന്ന് പറയുമ്പോൾ അതിൽ എഴുതിയവരുണ്ട്, സംഗീതം നൽകിയവരുണ്ട്, പാടുന്നവരുണ്ട്, അത് ആസ്വദിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഈ ദിവസത്തിൽ, അതേപോലെ തന്നെ യോഗ, പതഞ്ജലി എന്ന മഹർഷി നമുക്ക് സമ്മാനിച്ച ഒരു വലിയ ഒരു ആശ്വാസമാണ് യോഗ. യോഗയിലെ അഷ്ടാംഗ യോഗം, ആ 8 അംഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശീലിച്ചാൽ നമ്മൾക്ക് ആരോഗ്യം, പഴയകാലത്തെ നമ്മളുടെ പൂർവികരുടെ ആരോഗ്യമൊക്കെ നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്നത്, നല്ല ആരോഗ്യത്തോടു കൂടി അവർ ജീവിക്കുവാനുള്ള ഒരു കാരണം യോഗ തന്നെയായിരുന്നു. അതിലെ പ്രാണായാമൊക്കെ ഇപ്പോൾ എത്രയോ മുൻപോട്ട് പോയി. എല്ലാ രാജ്യങ്ങളിലും യോഗ പഠിപ്പിക്കുന്നു. യൂണിവേഴ്സിറ്റികളിലും സ്കൂളിലും ഒക്കെ യോഗ പഠിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ് ഭാരതീയ പാരമ്പര്യം ലോകത്തിന് സമ്മാനിച്ചതെന്ന് വിദേശ രാജ്യങ്ങൾ പോലും മനസ്സിലാക്കി അവരൊക്കെ യോഗയെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ യോഗയുടെ ആ യോഗ നമുക്ക് തന്ന പതഞ്ജലി മഹർഷിയെ നമിക്കുന്നു. ഇന്ന് യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് ധാരാളം വ്യക്തികൾ ഉണ്ട്, യോഗ പഠിപ്പിക്കുന്നവര്. അവരെയും യോഗ പഠിക്കുന്നവരെയും ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുകയാണ്.
അപ്പൊ സംഗീതം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഒരു പാട്ട് പാടണമെന്ന്. കൂടുതലും നമ്മൾ ഈ ക്ലാസ്സുകളിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ തൊണ്ട ആ പ്രഭാഷണത്തിലേക്ക് കൂടുതൽ പോവുകയാണ്. പണ്ട് അതാണ് ഒരു കാരണം തോന്നുന്നു എനിക്ക്. കൂടുതൽ പാട്ട് പണ്ടൊക്കെ ഞങ്ങൾ സ്ഥിരം പാടുമായിരുന്നു. ഇപ്പൊ ഈ പ്രഭാഷണങ്ങളിൽ ക്ലാസ്സുകൾ കൂടുതൽ വന്നു. പ്രത്യേകിച്ച് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് നമുക്ക് കൊറോണ കഴിഞ്ഞുള്ള ഒരു നല്ല ഒരു അവധിക്കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല പോലെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ സംഗീതത്തിനെ കുറച്ച് പുറകോട്ട് നിർത്തി. എങ്കിലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാടും, നല്ല പാട്ട് കേട്ട് ആസ്വദിക്കും. അപ്പോൾ ഈ സംഗീതം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ വികാരങ്ങളെ എല്ലാം ആവിഷ്കരിക്കുവാൻ സംഗീതത്തിന് കഴിയും. പ്രണയത്തിനെ തന്നെ, ഞാൻ പണ്ട് പ്രണയഗാനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പ്രണയത്തിനെ തന്നെ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നത്, കവികൾ വർണ്ണിക്കുന്നത്, അത് അതിന്റെ സംഗീതം, അത് യേശുദാസോ ഇല്ലെങ്കിൽ ആരാണ് ആ വ്യക്തി, പാടുന്ന വ്യക്തി നമ്മളിലേക്ക് തരുമ്പോൾ നമ്മൾ ആ സ്ത്രീയെ കാണുകയാണ്, ആ സൗന്ദര്യം നമ്മൾ മനസ്സിൽ കാണുകയാണ്. അതേപോലെ പ്രണയം, അതേപോലെ വാത്സല്യം, കുട്ടികളെ താരാട്ട് പാടി ഉറക്കുന്ന സമയത്ത് നല്ല നല്ല താരാട്ടുകൾ, എത്രയോ വർഷം കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകളെ, അത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു സുന്ദരമായിട്ടുള്ള. അതേപോലെ സീത എന്ന ചിത്രത്തിൽ അഭയദേവ് സാറിന്റെ ഏറ്റവും സുശീലാമ്മയുടെ ആദ്യ ഗാനമാണ് കണ്ണും പൂട്ടി, അല്ല സീതയിലെ താരാട്ടുപാട്ട്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. കരളിന്റെ കാതലായിട്ട് കുഞ്ഞിനെ സങ്കല്പിച്ചുകൊണ്ട് ഒരമ്മ പാടുന്ന എന്തൊരു നല്ല രചന. അങ്ങനെ എത്രയോ ഗാനങ്ങള്, താരാട്ടുപാട്ട് അന്നു മുതൽ ഇന്ന് വരെ. ഇപ്പൊ ഏറ്റവും പുതിയ സിനിമയിലെ വരെ താരാട്ടുപാട്ടുകള് അനവധിയാണ്. അതേപോലെ പ്രേമഗാനങ്ങൾ നമ്മൾ എടുത്താൽ നമുക്ക് ലിസ്റ്റ് തീരില്ല. കഴിഞ്ഞോണേ ഞാനത് പറഞ്ഞാണ്, പ്രേമഗാനങ്ങളില് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നത്, ഇല്ലേ അവളോട് പ്രേമം പറയുന്നത് ഗാനങ്ങളിലൂടെ, ആ സ്ത്രീ തിരിച്ച് അങ്ങനെയുള്ള. അതേപോലെ കല്യാണത്തിന്റെ കാര്യം, കല്യാണം കഴിഞ്ഞുള്ള സ്നേഹം, കുട്ടി ഉണ്ടാവുമ്പോഴത്തെ സ്നേഹം, ഗർഭിണിയാണെന്നറിയുമ്പോഴേയുള്ള ആ ഒരു രംഗം. കാരണം പ്രത്യേകിച്ച് പണ്ടത്തെ സിനിമകളിലാണ് ഈ കുടുംബ അന്തരീക്ഷങ്ങളില് ഉണ്ടാകുന്ന ഓരോ പ്രത്യേകതകളെയും ഗാനങ്ങളിലൂടെ നമ്മളെ കാണിക്കുമായിരുന്നു. എല്ലാ കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിലും എല്ലാം നമ്മളെ അങ്ങനെ ഒരു ഗാനം അവിടെ ഉണ്ട്. എത്രയോ 8-10 ഗാനങ്ങളായിരുന്നു പണ്ടൊക്കെ സിനിമകളില്. അപ്പോൾ അതേപോലെ ആദ്യത്തെ രാത്രി, പണ്ടൊക്കെ ചെറുപ്പത്തിലാണ് തറവാട്ടമ്മ എന്ന സിനിമ കണ്ടത്. അതില് ഒരു ആദ്യ രാത്രി ചിത്രീകരിക്കുന്നുണ്ട്. ഭാസ്കരൻ മാഷും ബാബുരാജും കൂടിയുള്ള ഒരു സംഗീതം. ആ ഒരു കോമ്പിനേഷനില് യേശുദാസും രണ്ട് തരത്തിലുണ്ട് ആ പാട്ട്. യേശുദാസും ജാനകിയും വസന്തയും ചേർന്നാണ് ആ പാടുന്നത്. പണ്ടു നമ്മൾ കണ്ടിട്ടില്ല പവിഴമല്ലിപ്പൂവനത്തിൽ പാട്ടുപാടി ഓടിയിട്ടില്ല. ഫസ്റ്റ് നൈറ്റ് ആണ്. പിന്നെ സത്യൻ ഒരു സിത്താറ് വെച്ച് വയ്ക്കുക. നിങ്ങൾ ആ രംഗം ഒന്ന് കാണണം കേട്ടോ യൂട്യൂബില്. എന്താ, നമുക്ക് ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ നല്ല സുന്ദരമായ ഒരു ഫസ്റ്റ് നൈറ്റിനെ തന്ന ഒരു ഗാനമായിരുന്നു ആ ചിത്രീകരണം. അതേപോലെ പ്രേമമാണേലും പറയുമ്പോൾ മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ
ഗാനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര ഇന്നും കേട്ടാലും നമ്മളും ഒക്കെ ആ പ്രണയത്തിലേക്ക് പോകുന്ന ചില ഗാനങ്ങളാണ്. അതേപോലെ സ്ത്രീകൾ പാടുന്നത് കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി കൈയിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. ലീലയമ്മയുടെ തച്ചോളി ഉദയനിലെ ഗാനം എത്ര സുന്ദരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്ന. അംബികയാണ് അത്. അതിൽ തന്നെയാണെന്ന് തോന്നുന്നു അഞ്ജന കണ്ണെഴുതി ഒരു കാമുകനെ കാത്തിരിക്കുന്ന കാമുകയുടെ ഒരു ഗാനം. അതേപോലെ പരീക്ഷ എന്ന ചിത്രത്തിൽ അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടിരിക്കുമ്പോൾ അതും നല്ലൊരു ഗാനമാണ്, അവിടുന്ന് ഗാനം കേൾക്കാൻ. പിന്നെ എൻ പ്രാണനായകനെ നായകനെ എന്തു വിളിക്കും എങ്ങനെ ഞാൻ പേര് വിളിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പെൺകുട്ടി കൗമാരക്കാരി ഒരു പ്രേമത്തിൽ അകപ്പെടുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്തകളെ ഗാനങ്ങളാക്കി മാറ്റിയതാണ്. ഗാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇന്നെങ്കിലും നമുക്ക് സമയം കഴിയില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി എന്നൊന്ന് പാടണം എന്ന് വെച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സംഗീതത്തിൽ വളർന്നെങ്കിലും ചിട്ടയായ സംഗീതമൊന്നും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. ഞാൻ ഈ ഫിലോസഫിയിലേക്ക് പോയതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് അമ്മയുടെ കൂടെ സ്ഥിരം കച്ചേരിക്കൊക്കെ പോയിരുന്നു. ചേച്ചി കച്ചേരി ചെയ്യുന്നുണ്ട്, ചേച്ചിയുടെ പുറകിൽ ഞാൻ ഇരിക്കും കേട്ടോ ചില എങ്കിലും ചിട്ടയായി ഞാൻ പഠിച്ചിട്ടുമുണ്ട്. തൃക്കോതമംഗലം സഞ്ജയ് സാറിൻ്റെ അടുത്ത്, തൃപ്പൂണിത്തുറ ലളിത ചേച്ചിയുടെ അടുത്ത്, ഗോവിന്ദൻ നമ്പൂരി സാറിൻ്റെ അടുത്തൊക്കെ കുറച്ച് ചേച്ചിയുടെ ഓരത്തിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കൂടുതലായിട്ട് കർണാടക സംഗീതത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. അതൊരു വലിയ കുറവായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോഴും. എൻ്റെ അച്ഛനും അമ്മയും ശാസ്ത്രീയ സംഗീതത്തിലൂടെയാണ് അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത്, ഞങ്ങളെ വളർത്തിയതും. അപ്പൊ ആ സംഗീതത്തിനെ മനസ്സിൽ നമിച്ചുകൊണ്ട് എന്നെന്നും സംഗീതം ജീവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു ദൈവീക കലയാണെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ എനിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഓർമ്മയിൽ വരും ഗാനങ്ങൾ അവതരിപ്പിക്കുവാൻ അവസരം തന്നു. ആ റേഡിയോ മീഡിയ വില്ലേജിലെ സ്റ്റേഷൻ ഡയറക്ടറെയും മറ്റ് ടെക്നീഷ്യൻസിനെയും എല്ലാവരെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. അതൊരു നല്ല അനുഭവമായിരുന്നു. പഴയ ഗാനങ്ങളെ എല്ലാ ശനിയാഴ്ചയും 1 മണിക്കൂർ 10 ഗാനങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഇതിനൊക്കെ ഞാൻ കൊതിച്ചിട്ടുള്ളതാണ്. പണ്ട് റേഡിയോയിലൂടെ ഇങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ അനൗൺസ് ചെയ്യുന്നവരുടെ ഒക്കെ ഞാൻ അവരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. കാരണം എന്തൊരു ഭാഗ്യമാണ്. അപ്പൊ എന്റെ വിചാരം അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാമല്ലോ. അപ്പൊ അങ്ങനെ അതും എനിക്ക് ഭഗവാൻ സാധിച്ചു തന്നു. ഈ ചങ്ങനാശ്ശേരിയിലെ ഞങ്ങളുടെ FM-ൽ കൂടി അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോയി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ മാഷ് രചിച്ച് ബാബുരാജ് സംഗീതം നൽകി ജാനകിയമ്മ പാടിയ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം ആലപിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. എനിക്കറിയാവുന്നതുപോലെയാണ് ഞാൻ പാടുന്നത്, തെറ്റുകളുണ്ട് ക്ഷമിക്കുക. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര
ചന്ദ്രലേഖ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട് ചെമ്പകവെൺമല തൂവിരിപ്പിൽ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട് ചെമ്പകവെൺമല തൂവിരിപ്പിൽ. മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി. മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ. പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നല്ല ഒരു സംഗീത ദിനം ആശംസിക്കുന്നു.